ഹായ്! അപ്പോൾ ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബർഗർ ബണ്ണിൻ്റെ റെസിപ്പിയാണ്. ഇത് റെസ്റ്റ് ചെയ്യുന്ന ടൈം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3/4 കപ്പ് അളവിൽ ചെറിയ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂട് ഒരുപാട് കൂടി പോകരുത്. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. സാൾട്ട് ആഡ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് ഡ്രൈഡ് ഈസ്റ്റാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ അളവിലാണ് ഡ്രൈഡ് ഈസ്റ്റ് എടുക്കുന്നത്. അപ്പോൾ ഈസ്റ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പഴക്കം ചെന്നതൊന്നും എടുക്കരുത്. ഈസ്റ്റ് നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ നല്ലൊരു പാത്രത്തിലിട്ട് കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുക. അത് ഒരുപാട് കാലം ഉപയോഗിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഉപയോഗിച്ച് തീർക്കണേ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലുള്ള ഷുഗറും സാൾട്ടും എല്ലാം നന്നായിട്ട് ഈ വെള്ളത്തിലേക്ക് അലിഞ്ഞ് ചേരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മതി. ഇനി ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു ഫുഡ് പ്രോസസ്സറാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിലാണ് ഞാൻ മാവ് മിക്സ് ചെയ്തെടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഇതില്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. ഇതിലേക്ക് 3/4 കപ്പ് അളവിലാണ് ഞാൻ പൊടി എടുക്കുന്നത്. മൈദയാണ് എടുക്കുന്നത്. നമ്മൾ ബണ്ണൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും മൈദ എടുക്കുന്നതാണ് നല്ലത്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടറാണ് ചേർക്കുന്നത്. ബട്ടർ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നേരെ ചേർക്കരുത്. ഇത് കുറച്ച് നേരം പുറത്ത് വയ്ക്കുക. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് ചേർക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള എഗ്ഗിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതാ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് നേരം നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് മാവ് ഒന്ന് സെറ്റാവാൻ വേണ്ടി മാത്രമാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. ഇത് മതി. ഇനി നമുക്ക് കൈ കൊണ്ടൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് ഒട്ടൽ തോന്നുകയാണെങ്കിൽ, കയ്യിലേക്ക് ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ ഇതിലേക്ക് ഒരല്പം പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ ഒരുപാട് ഒട്ടുന്നൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ്. ഇതിപ്പോൾ ഒരുപാട് നേരം കുഴക്കേണ്ട ആവശ്യമില്ല. മാവ് ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നവരെ മാത്രം കുഴച്ചെടുത്താൽ മതിയാകും. അപ്പോൾ നമ്മളിത് ബർഗർ ബണ്ണ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് സോഫ്റ്റായിട്ടുള്ള ബണ്ണായിരിക്കില്ല. അപ്പോൾ ഒരുപാട് ഷേപ്പിൻ്റെ ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് ഒരു 2 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. കാരണം ഇത് ഡബിൾ സൈസിലേക്ക് പൊങ്ങി വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2 മണിക്കൂർ വയ്ക്കുക. ഫ്രിഡ്ജിൽ വെക്കേണ്ട, റൂം ടെമ്പറേച്ചറിൽ വയ്ക്കുക. അപ്പോൾ ഇത് ഞാനൊരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് സൈസാക്കി എടുക്കണം. അതിന് ഞാൻ വെച്ച് കൊടുക്കുകയാണ്. ഇതിനി ഒരുപാട് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു കത്തിയോ ഒരു നൈഫോ അതല്ലെങ്കിൽ ഇതുപോലത്തെ സ്ക്രേപ്പറോ എന്തെങ്കിലും വെച്ചിട്ട് ഒരു 8 ഭാഗമായിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് ഓവറായിട്ട് പ്രസ് ചെയ്ത് കുഴക്കുകയൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ചെറിയ രീതിയിലൊരു റൗണ്ട് ഷേപ്പ് കിട്ടുന്ന രീതിയിൽ ആക്കിയെടുക്കുക. അതുപോലെ ഞാൻ അത് മുഴുവനായിട്ട് ചെയ്യട്ടെ. അപ്പോൾ ഇത് കാണുന്ന പോലെയില്ല, നമുക്കിത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബണ്ണാണ്. പക്ഷേ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കുന്നു മാത്രം. അത് ഒഴിച്ചാൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബണ്ണാണ്. അപ്പോൾ അത് ഇതുപോലെ മുഴുവനായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബേക്കിംഗ് ട്രേയിലേക്കോ അല്ലെങ്കിൽ ഇതുപോലെ ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് നമുക്ക് എത്രയാണോ ഷേപ്പ് വേണ്ടത് അതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്കിതിൽ 6 എണ്ണേ വെക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 മാറ്റി വെച്ചിട്ടുണ്ട്. കുഴപ്പമില്ല. നമ്മളിതുപോലെ വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചാൽ മതിയാവും. ഇനി ഞാൻ ഇതുപോലത്തെ ഒരു വെജിറ്റബിൾ റാപ്പും ഉണ്ട്. ഒന്ന് അടച്ചു കൊടുക്കുകയാണ്. ഇനി ഇതൊരു 2 മണിക്കൂർ നേരം വീണ്ടും ഒന്നുകൂടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. കാരണം മാവ് ഒന്നും കൂടെ പൊങ്ങി വരേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇതുപോലെ ഇതവിടെ ഇരിക്കട്ടെ. അതുപോലെ ഞാൻ ബാക്കിയുള്ള 2 എണ്ണം ചെയ്ത് വെക്കട്ടെ. അപ്പോൾ ഇതാ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് എഗ് വാഷ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടി ഒരു മുട്ട എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ഒരു ബ്രഷ് വെച്ചിട്ട് മുകളിലേക്ക് ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എഗ്ഗ് വേണ്ടാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ബട്ടർ ചേർത്ത് കൊടുത്താലും മതിയാകും. അപ്പോൾ അതാ ഇതുപോലെ മുഴുവനായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വൈറ്റ് സെസമി സീഡ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതായത് വെള്ള കളറിലുള്ള എള്ളാണ് ചേർക്കുന്നത്. അത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഓവൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഞാൻ എൻ്റെ ഓവൻ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. 170 ഡിഗ്രിയിൽ 15 മിനിറ്റാണ് എടുക്കുന്നത്. അപ്പോൾ ഇതാ അത് വെച്ച് കൊടുക്കാം. ഏകദേശം ആയി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓവറായിട്ട് കുക്കാവാതിരിക്കാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ. അപ്പോൾ ഞാനിതാ ഏകദേശം നമ്മുടെ ബണ്ണ് ആവാനായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ളത് രണ്ടും കൂടെ ഇതുപോലെ എഗ് വാഷ് ചെയ്ത് കൊടുക്കുകയാണ്.
അപ്പോൾ അതാ ഇത് മതി. ഇതിലേക്ക് ഇനി കുറച്ച് സെസമേ സീഡ്സും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ മറ്റേ ബണ്ണ് എടുക്കുന്ന സമയത്ത് വീണ്ടും അതിലേക്ക് പ്ലേസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ അതായത് ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ? വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബർഗർ ബണ്ണിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത് നല്ല ചൂടുണ്ട്. ഒന്ന് തണുത്തതിന് ശേഷം കട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ? അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഷേപ്പില്ല എന്നൊക്കെ തോന്നുമായിരിക്കും. നമുക്ക് ബർഗർ ബണ്ണ് ആയതുകൊണ്ട് വലിയ ഷേപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത് തണുക്കട്ടെ. തണുത്തതിന് ശേഷം കാണിച്ചു തരാമേ. അപ്പോൾ ഇതാ അത് തണുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുള്ളതാണ്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഒരു നല്ല മൂർച്ചയുള്ള ഒരു നൈഫ് എടുത്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്യാം. എങ്ങനെയുണ്ട്? ഇനി നമുക്കിത് ബർഗറായിട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ വേറെ ഒരെണ്ണം അപ്ലോഡ് ചെയ്യാമേ. അപ്പോൾ എങ്ങനെയുണ്ട്? വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നൊരു ബണ്ണല്ലേ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.